പ്രപഞ്ചരാജാവിൻ്റെ കൽപ്പനയിൽ വിളയിൽ അനിൽ 16/11/2024 25 ഭാഗം 3. നാം എല്ലാവരും ഭൂഗർഭ നീരുറവയിൽ കിണർ വെള്ളം ചീത്ത ആയി കിടന്നാൽ കിണറ്റിൻ്റെ 4 ചുറ്റും നോക്കും എവിടെ നിന്നും വെള്ളം കനിഞ്ഞ് ഊർന്നത് എന്ന്. നീരുറവയിൽ നിന്നും വെള്ളം കോരി കുടിക്കാൻ പാടില്ല. നീരുറവയിലെ വെള്ളം എങ്ങനെ ചീത്തയായി? 1. നീരുറവയിൽ നിന്നും 15 മീറ്റർ മാറി വേസ്റ്റ് കുഴി എടുക്കേണ്ടതാണ്. 2. നീരുറവയുടെ സമീപം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പാടില്ല. 3. മരക്കൊമ്പ് നീരുറവയുടെ മുകൾ ഭാഗം സൂര്യരശ്മി നീരുറവയിൽ പ്രകാശം ഒഴുകി പരക്കണം. 4. മരക്കൊമ്പിൽ നിന്നും ഇല നീരുറവയിൽ വീഴാൻ പാടില്ല. 5. നീരുറവയുടെ മേൽഭാഗം വല വിരിക്കണം. 6. വല വിരിക്കാത്ത പക്ഷം ഇല അഴുകി നീരുറവ് കുടിക്കാൻ പാടില്ല. കൃമിശല്യം ഉണ്ടാവുന്നതാണ്. 7. വേസ്റ്റ് കുഴിയിൽ നിന്നും ഭൂഗർഭ ഭൂമിയിൽ നിന്നും 10 അടി അല്ലെങ്കിൽ 10 അടിയിൽ നിന്നും അതിനു മുകളിലോട്ട് കൂടുതൽ താഴ്ച ഉണ്ടെങ്കിൽ വേസ്റ്റ് കുഴിയിൽ നിന്നും കിണറ്റിൽ അഴുക്ക് വെള്ളം കനിവ് ഉണ്ടായാൽ ഹെൽത്തിനെ സമീപിക്കേണ്ടതാണ്. 8. ഇനി അടുത്തുള്ള വേസ്റ്റ് കുഴിയിൽ നിന്നും വെള്ളം അടുത്ത പുരയിടത്ത് ഒഴുകിയാൽ ഉടനെ ഹെൽത്തിനെ സമീപിക്കേണ്ടതാണ്. 9. നീരുറവയിൽ ഒരിക്കലും ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല. 10. നീരുറവയിൽ കിണറിൽ 5 കിലോ കക്ക ഇടണം. കക്ക കിണറിൽ ഇട്ട ഉടനെ കിണറ്റിന് സമീപത്ത് നിന്നും മാറി നിൽക്കണം. ഈ കക്ക കിണറ്റിൽ ഇട്ട ഉടനെ നീരുറവ് കക്കയുടെ ചൂട് നീരുറവുമായി ഒരു ബന്ധം ഉണ്ടാകുന്നു. നീരുറവ് ആവിയായി മുകളിലോട്ട് പൊങ്ങി വരുന്നു. നീരുറവിൽ നിന്നും ചൂട് പൊങ്ങി വരുമ്പോൾ ഒരു കാരണവശാലും കിണറ്റിൽ എത്തി നോക്കാൻ പാടില്ല. വൻ അപകടം ഉണ്ടാവാൻ സാധ്യത. നീരാവി കണ്ണിൽ കൊള്ളാൻ പാടില്ല. അഥവാ കണ്ണീറിയാൽ ആദ്യം കൺപോള അവിയാൻ സാധ്യത കാണുന്നു. അഥവാ കണ്ണീറ്റൽ ഉണ്ടായാൽ കൺപോളയിൽ നല്ല ശുദ്ധമായ വെള്ളം കൈക്കുമ്പിളിൽ കോരി അടിക്കുക. കക്ക ഒരു ഔഷധ മരുന്നാണ്. കിണറ്റിൽ കക്ക ഇട്ട് 1 ദിവസം കഴിഞ്ഞതിന് ശേഷം കിണറ്റിലെ വെള്ളം അടിച്ച് പുറത്തേക്ക് കളയേണ്ടതാണ്. അത് അല്ലാത്ത പക്ഷം കക്കയിട്ട് നശിച്ചു പോയ ചെറുപ്രാണികൾ, കൃമികൾ, നമ്മുടെ കൺമിഴികളിൽ കാണാൻ പാടില്ലാത്ത ജീവികൾ നമ്മുടെ ശരീരത്തിൽ പിന്നെയും തിരിച്ചു വരും. ആയതിനാൽ വെള്ളം അടിച്ച് കളഞ്ഞതിന് ശേഷം പുതുവെള്ളം കിണറ്റിൽ ഒഴുകി വരും. ആ പുതുവെള്ളം നാം എല്ലാവരും ഉപയോഗിക്കാം. കക്കയുടെ കൂടെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല. ബ്ലീച്ചിങ് പൗഡറിന് അണുക്കളെ നശിപ്പിക്കാൻ ശക്തി കുറവാണ്. ആയതിനാൽ ബ്ലീച്ചിങ് പൗഡറും കക്കയും ഒരിക്കലും യോജിക്കുന്നില്ല. മേൽപ്പടി പൊരുൾ പറഞ്ഞത് ലേബിൽ കൊടുത്ത് പരിശോധിക്കാവുന്നതാണ്.
പ്രപഞ്ച സൃഷ്ടികർത്താവിൻ്റെ നാമത്തിൽ വിളയിൽ അനിലിൻ്റെ 1000 നന്ദി. നമസ്കാരം.